കത്തോലിക്ക സഭയെ അസാധാരണ രീതിയിൽ പുരോഗമന പാതയിലേക്ക് നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിഷ്കരണ നടപടികൾ പാതിവഴിയിൽ അവസാനിപ്പിക്കുമെന്ന് സൂചന. ഈ വിഷയത്തിൽ സിനഡ് കൗൺസിൽ 2026 ജനുവരിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെ കർദിനാൾമാരുടെ അസാധാരണ യോഗം വിളിച്ച് ലിയോ 14 മാർപ്പാപ്പ. 2022 ശേഷം നടക്കുന്ന ആദ്യ അസാധാരണ കാർഡിനൽ കൺസിസ്റ്ററിയാണ് ജനുവരി 7-8 തീയതികളിൽ നടക്കുക. സഭയുടെ പ്രത്യേക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള കർദിനാൾമാർക്കിടയിൽ വിശാലമായ കൂടിയാലോചന ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മാർപ്പാപ്പ വിളിച്ചുകൂട്ടുന്ന എല്ലാ കർദിനാൾമാരും പങ്കെടുക്കുന്ന പ്രത്യേക സമ്മേളനങ്ങളാണ് അസാധാരണ കൺസിസ്റ്ററികൾ. വത്തിക്കാനിൽ അവസാനത്തെ അസാധാരണ കൺസിസ്റ്ററി 2022 ഓഗസ്റ്റ് 29-30 തീയതികളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് നടന്നത്. റോമൻ ക്യൂറിയയ്ക്കായുള്ള പുതിയ അപ്പസ്തോലിക ഭരണഘടനയുടെ നടപ്പാക്കലും അർത്ഥവും ചർച്ച ചെയ്യുന്നതിന് എല്ലാ കർദിനാൾമാരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. സഭാഭരണത്തിന്റെയും റോമൻ ക്യൂറിയയുടെയും പരിഷ്കരണങ്ങളിലും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ അസാധാരണ കൺസിസ്റ്ററിക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡ് ഓൺ സിനഡാലിറ്റി പ്രഖ്യാപിക്കുകയും സ്വവർഗ വിവാഹ ആശീർവാദം, കൂടിത്താമസം അംഗീകരിക്കൽ, വനിതാ പൗരോഹിത്യം, ബൈബിളിന്റെ കാലോചിതമായ പരിഷ്കരണം തുടങ്ങിയവ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു. ഏറെ വിവാദമുണ്ടാക്കിയ തുടർ സമ്മേളനങ്ങൾ വനിതാ ഡീക്കൻ പദവി, കൂടിത്താമസം അംഗീകരിക്കൽ, സ്വവർഗ പങ്കാളികൾക്ക് കൂദാശ ലഭ്യമാക്കൽ എന്നിവ നൽകാൻ കത്തോലിക്ക സഭയെ നിർബന്ധിതമാക്കി. പരിഷ്കരണം പാതിവഴിയിൽ നിൽക്കുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത്. മാർപ്പാപ്പ അംഗീകരിച്ച് ഒപ്പിടേണ്ട അവസാന റിപ്പോർട്ട് 2026 ജനുവരിയിൽ പുറത്തിറങ്ങണം. എന്നാൽ ഇതിനു മുൻപ് ലിയോ 14 വിളിച്ചിറക്കുന്ന അസാധാരണ കൺസിസ്റ്ററി ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും നിരാകരിച്ചേക്കും. കത്തോലിക്ക സഭ കുറച്ചുകൂടി പാരമ്പര്യവാദത്തിലേക്ക് മടങ്ങുമെന്നാണ് ലിയോ 14 നൽകുന്ന സൂചന. മെത്രാന്മാരും അൽമായരും വൈദികരും സന്യാസികളുമെല്ലാം ഉൾപ്പെടുന്ന അസാധാരണ സിനഡിനേക്കാൾ കർദിനാൾമാരുടെ കൂടിയാലോചന യോഗത്തിന് മാത്രമാകും ഇനി പ്രസക്തി ഉണ്ടാവുക. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുൻപ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 6 അസാധാരണ കൺസിസ്റ്ററികൾ വിളിച്ചുകൂട്ടിയപ്പോൾ പിൻഗാമിയായ ബെനഡിക്ട് 16 ഒരു അസാധാരണ കൺസിസ്റ്ററി പോലും വിളിച്ചിരുന്നില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിളിച്ചെടുക്കുന്ന അസാധാരണ കൺസിസ്റ്ററി സഭയെ പുരോഗമനത്തിന്റെ പാതയിലേക്കോ അതോ കടുത്ത പാരമ്പര്യവാദത്തിലേക്കാണോ നയിക്കുക എന്ന കാര്യത്തിൽ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.